നിർത്ത്, ഇനി പഠിച്ചത് മതി, നിർത്തി വേറെ ജോലിക്ക് നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പലരും പറയുകയുണ്ടായി. പക്ഷേ എനിക്ക് ICDയിൽ ഭയങ്കര ഒരു പ്രചോദനമായത് JK സാറിന്റെ ക്ലാസ്സുകളായിരുന്നു. ഇടയ്ക്കുള്ള ഒരു മോട്ടിവേഷണൽ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പം നോ, നെവർ ഗിവ് അപ്പ്, ആ ഒരു സ്ലോഗൻ എൻ്റെ മൈൻഡിൽ ഞാൻ വെച്ചിരുന്നു. ഒരു തോൽവി അല്ലെങ്കിൽ 2 തോൽവി, എത്ര എനിക്കിപ്പോൾ ഒരു 10 തോൽവിയെങ്കിലും വന്നു കാണും, പക്ഷെ അതിൽ നമ്മൾ വീണു പോകാതിരിക്കുക. ഹായ്, എൻ്റെ പേര് നാൻസി നെൽസൺ. ഞാൻ കൊല്ലം പ്രാക്കുളം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാനൊരു BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. കറൻ്റ്ലി ഞാനിപ്പം MTech കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എഞ്ചിനീയറിംഗിൽ ചെയ്യുന്നു. ഞാൻ 2021 ICDയിൽ ജോയിൻ ചെയ്യുന്നത്. ആ ടൈമിൽ ഞാൻ ഇതിന് അത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല, സ്റ്റഡീസ് ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 1 ഡേ JK സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. JK സാറിൻ്റെ ക്ലാസ്സിൽ ഒരു സ്പെഷ്യലായിട്ടൊരു കോട്ട് സാർ എന്ന് പറയുകയുണ്ടായി, ഫിയർ ഓഫ് ഫെയിലിയർ ഷുഡ് ബി എ ഫ്യൂവൽ ഫോർ എ സക്സസ്ഫുൾ കരിയർ. ഞാൻ ആദ്യമായിട്ടാണ് തോൽവിയെ പേടിച്ചുകൊണ്ട് സക്സസിനെ നേരിടണം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു പ്രചോദനമായിരുന്നു. ആ ഒരു കോട്ടാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്പാർക്ക് തന്നത്. അങ്ങനെ ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങി. ഇവിടെ ലൈബ്രറി ഉണ്ട്, ഇവിടെ ഇരുന്ന് ലൈബ്രറിയിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. എനിക്കൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 മന്ത് ആയപ്പം RRB ക്ലർക്കിൻ്റെ വിളിച്ചു. RRB ക്ലർക്ക് എക്സാം അപ്പിയർ ചെയ്തു, പ്രിലിംസ് ക്ലിയർ ചെയ്തപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ എനിക്കിനി ചെയ്യാൻ പറ്റും, എനിക്കിനി സക്സീഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ഫീൽഡിൽ എന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ പ്രിലിംസ് എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരുവിധ എക്സാംസിൻ്റെ എല്ലാം. മെയിൻസ് എല്ലാം വരുമ്പം എനിക്ക് നല്ല ടോട്ടൽ പരാജയമായിരുന്നു. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ GA ആയിരുന്നു. GAയിൽ ഞാൻ ഒട്ടും ഫോക്കസ്ഡ് അല്ലായിരുന്നു. ആ ഒരു പ്രിലിംസ് ആയിരുന്നു നമ്മൾ ആദ്യത്തെ ആ ഒരു ഇതിൽ പ്രിലിംസ് എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യണം എന്നുള്ള. പ്രിലിംസ് നല്ല മാർക്കോടെയൊക്കെ ക്ലിയർ ചെയ്യും, പക്ഷേ മെയിൻസ് വരുമ്പോഴത്തേക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ മിക്കവാറും ഇപ്പം വരെയും എനിക്ക് അങ്ങനെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. മെയിൻസ് ചെറിയ മാർക്കുകൾക്കായിരിക്കും, 3 മാർക്സ് 2 മാർക്സ് 0.75 മാർക്സ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ടൈമായിട്ട് എനിക്ക് SBI PO ഫൈനൽ ലിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു. ഇൻ്റർവ്യൂ എല്ലാം ഞാൻ നല്ലതായിട്ട് അപ്പിയർ ചെയ്തെന്ന് വിചാരിച്ചു, പക്ഷേ 0.5 മാർക്സിനായിരുന്നു എനിക്കത് പോയത്. അതെന്നെ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആക്കി. അത് കഴിഞ്ഞിട്ടാണ് SBI ക്ലർക്കിൻ്റെ റിസൾട്ട് വരുന്നത്. അതിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ ഞാൻ കുറേ എക്സാംസ് അപ്പിയർ ചെയ്തു. ഇൻ്റലിജൻസ് ബ്യൂറോയുടെ സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റിലോട്ട്, അതിനും ലാസ്റ്റ് ഇൻ്റർവ്യൂവിലാണ് പോയത്. അതേപോലെ LIC ADO, അതിലും ഇൻ്റർവ്യൂവിലാണ് പോയത്. അങ്ങനെ കുറേ എക്സാംസ് ഇങ്ങനെ ക്ലിയർ ചെയ്ത് വരും, പക്ഷെ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് പോകും അതെനിക്ക് റിലേറ്റീവ്സ് ആയിക്കോട്ടെ അന്നേരം പറയും, നിർത്ത്, ഇനി പഠിച്ചത് മതി, നിർത്തി, ഇനി ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യും, ഇനി വേറെ ഫീൽഡ് നോക്കാം, അല്ലെങ്കിൽ വേറെ ജോലിക്ക് നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പലരും പറയുകയുണ്ടായി. പക്ഷേ എനിക്ക് ICDയിൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു പ്രചോദനമായത് JK സാറിൻ്റെ ക്ലാസ്സുകളായിരുന്നു. ഇടയ്ക്കുള്ള ഒരു മോട്ടിവേഷണൽ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പം നോ, നെവർ ഗിവ് അപ്പ് എന്നുള്ള ആ ഒരു സ്ലോഗൻ എൻ്റെ മൈൻഡിൽ ഞാൻ വെച്ചിരുന്നു. അതുമാത്രമല്ല, എനിക്ക് ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ICDയിൽ തന്നെ. അവരുടെ ഒരു സപ്പോർട്ടായിരുന്നു എനിക്ക് ഇത്രയും നാളെ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്ന ഒരു സംഭവം. അത് എനിക്ക് ഇത്രയും എനിക്ക് ഏജ് ഉണ്ട്, അപ്പം ഏജുമുണ്ട്, അതിൻ്റെ പരിമിതികൾ വന്ന് എക്സാംസിന് ഏജ് ലിമിറ്റ് ഉണ്ട്. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് ആയിക്കോട്ടെ, ഞാനത് ഗിവ് അപ്പ് ചെയ്തില്ല. അതായിരുന്നു എനിക്ക് ആ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് ഒരു സപ്പോർട്ട് കിട്ടി. ആക്ച്വലി എനിക്ക് എൻ്റെ ഫാമിലിയും ഈ ഒരു ഫ്രണ്ട്സും മാത്രമായിരുന്നു എനിക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നത്. പിന്നെ പറയാമെന്ന് വെച്ചാൽ എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, എനിക്കൊരു അഡ്വൈസ് കൊടുക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ യുണീക്ക് പ്രിപ്പറേഷൻസ് കാണും. അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോകണം. ഇപ്പോൾ എൻ്റെ പ്രിപ്പറേഷൻ ആയിരിക്കില്ല വേറൊരാൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഞാൻ എക്സാം ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 1 മന്തിന് മുന്നേ ഞാനൊരു ചാർട്ട് പോലൊക്കെ പ്രിപ്പയർ ചെയ്യും. ഞാൻ ഒരു ദിവസം ഇത്രയും പ്രിപ്പയർ, അല്ലെങ്കിൽ ഇത്രയും ചെയ്യും, QA ചെയ്യും, ഇംഗ്ലീഷ് ചെയ്യും, റീസണിങ് ചെയ്യും. അങ്ങനെ മെയിൻസിന് വേണ്ടിയിട്ടാണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോയി. ലാസ്റ്റ് ഞാൻ ഈ SBI ക്ലർക്ക് മെയിൻസ് കിട്ടാൻ കാര്യം, അത്രയും നാളും ഞാൻ GA ഞാൻ തന്നെ പഠിച്ചിരുന്നത്. SBI ക്ലർക്കിന് ഞാൻ GA ഫ്രണ്ട്സുമായിട്ട് ചേർന്നിരുന്ന് പഠിക്കാൻ തുടങ്ങി. ഒരു ഫ്യൂ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അവരുമായിട്ടിരുന്ന് GA ഉച്ച കഴിഞ്ഞിട്ട്, ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇരുന്ന് GAക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. വീക്കിലി ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എടുത്ത് വെച്ച് പഠിക്കാൻ തുടങ്ങി. ഓരോ മന്ത്ലിയും വീക്കിലി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആയിരുന്നു പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു ബലമാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് SBI ക്ലർക്കിൻ്റെ GA ആയിട്ട്. എനിക്ക് ജോയിനിങ് ആണ് 14th. എനിക്കൊരു ചെറിയ അഡ്വൈസേ പറയാനുള്ളൂ. ഒരു തോൽവി അല്ലെങ്കിൽ 2 തോൽവി, എനിക്കിപ്പോൾ ഒരു 10 തോൽവിയെങ്കിലും വന്നു കാണും, പക്ഷെ അതിൽ നമ്മൾ വീണു പോകാതിരിക്കുക.
നമ്മൾ ക്ലൈംബ് ചെയ്ത് വരിക. നമുക്ക് എന്തായാലും വിജയം ഉറപ്പാണ്. എനിക്ക് ICDയുടെ എന്താ ഒരു ICDയുടെ സപ്പോർട്ടാണ്, ICDയിലെ ലെസൺസും ICDയിലെ ബേസിക് ലെസൺസ് ആണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത്. ICDയിലെ Day 1 തൊട്ട് Day 100 വരെയുള്ള ആ ലെസൺസിലുള്ള അതിൽ തന്നെ ആദ്യത്തെ കുറച്ച് ലെസൺസ് ഉണ്ട്. അതിൽ മെയിൻ ലെസൺസ് ബേസിക് ലെസൺസ് ആണ് എനിക്ക് എൻ്റെ ബേസിക് QAയിലും റീസണിങ്ങിലും ബേസിക് ഫൗണ്ടേഷൻ കീപ്പ് ചെയ്യാനായിട്ട് സഹായിച്ചത്. അത് തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഡ്വൈസ് ചെയ്യുന്നതും ഇവിടുത്തെ ആ ഒരു ബേസിക് ലെസൺസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് QAയും റീസണിങ്ങും ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ GAയും ഇവിടുത്തെ ലെസൺസ് ഇവിടുത്തെ ക്ലാസ്സസ് ഇത് ഡോക്യുമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫോളോ ചെയ്യാം. എനിക്ക് ഫ്യൂച്ചർ ആസ്പിറൻസിനോട് ഇത് തന്നെ പറയാനുള്ളത്, നെവർ ഗിവ് അപ്പ് ആൻഡ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ. എല്ലാവർക്കും കിട്ടും. ICDയിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇവിടെ ICDയിലുള്ള എല്ലാ സ്റ്റുഡൻസിനും ജോലി കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവർക്കും കിട്ടും. നെവർ ഗിവ് അപ്പ്. ഓക്കെ, താങ്ക് യു. ബൈ.